അത് മുടി വളർത്തുന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് നമ്മൾ ഡെസ്കിലെത്തിയത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയെക്കുറിച്ച് വിശദീകരിക്കുന്ന തിർമിദി ഷരീഫിന്റെ അവസാന ഭാഗത്ത് ശമാഇലെ തിർമിദി പറയും ഒരു കിതാബുണ്ട്. അതിനകത്ത് പ്രവാചകന്റെ എല്ലാ ഷമായിലുകളും, അതായത് വസ്ത്രധാരണ, മുടി വളർത്തല്, അങ്ങനെ പോലുള്ള എല്ലാ കാര്യങ്ങളും ഹദീസിലൂടെ അത് നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ആ ഭാഗത്ത് കാണാൻ സാധിക്കും പ്രവാചകന്റെ മുടി ബാക്കിലേക്ക് നീട്ടിയിട്ട് പെരടിയിലേക്ക് എത്തുന്ന രീതിയിൽ ഉണ്ടായിരുന്നു എന്ന്. അതൊരു സുന്നത്താണ്. അത് നമ്മളെ ഹദീസിൽ മാത്രം ഒഴുകി ജീവിക്കുന്ന ഉലമാക്കളുടെ ചില രീതികളിൽ കാണാൻ സാധിക്കും. അത് നമുക്ക് എടുക്കുകയും ചെയ്യാം. പക്ഷെ സുന്നത്തുകളെല്ലാം മുറാഅത്ത് ചെയ്യുമ്പോഴാണ് അതൊക്കെ എടുക്കേണ്ടത്. വെറും ഒരു അതിൽ മാത്രം താടി പഠിക്കുകയും മുടി അങ്ങ് നീട്ടുകയും ചെയ്യുമ്പോൾ ഒരു ഹറാം ഒരു സുന്നത്തും എന്നുള്ള അതല്ല. മറിച്ച് എല്ലാ സുന്നത്തിനെയും മുറാഅത്ത് ചെയ്യുന്നതോടൊപ്പം ഈ സുന്നത്തിനെയും നമുക്ക് പരിഗണനീയമായിട്ട് കൊണ്ടുവരാം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെ ബാക്കിലേക്ക് മുടി നീട്ടിയിട്ടുള്ള ഒരു ഇതാണ്. അതായത് പെണ്ണുങ്ങളെ പോലെ ആക്കുക എന്ന് പറഞ്ഞത് ഒരിക്കലും ഇല്ല. ചന്തിന്റെ അവിടേക്ക് കിട്ടുക, പിന്നെ അവിടെ അങ്ങനെ കുടുമിയായിട്ട് കെട്ടിവെക്കുക, അല്ലെ പിന്നെ അവിടെ പിന്നിട്ട് വെക്കുക, ഇങ്ങനെ പോലുള്ള കാര്യങ്ങളൊക്കെ പെണ്ണിനോട് സാദൃശ്യമാകലാണ്. മാൻ തശബ്ബഹ ഖൗമിൻ ഫമിൻഹു എന്നാണല്ലോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതും റസൂലിന്റെ ഹദീസാണ്. പക്ഷെ ഇങ്ങനെ ഒരു രീതി, കുറച്ച് മുടി നല്ല നീട്ടി നല്ല എണ്ണ, അത് നല്ലൊരു ഐശ്വര്യവുമാണ് അത്. പക്ഷെ നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ചിലപ്പോൾ ഒരു പള്ളിയിൽ നിൽക്കുന്ന മൂലം അങ്ങനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം തന്നെ ആയിരിക്കും. ചിലപ്പോൾ ആളുകൾക്ക് അതിനെ കുറിച്ച് അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. അതേസമയത്ത് നമ്മൾ കേരളം വിട്ടാൽ ഹദീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പണ്ഡിതന്മാരെ ചിലരൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. ഞാൻ പറയുന്നു, ഞാൻ ദ്വീപന്തിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ കാര്യമായ ഉസ്താദ്മാരുടെയൊക്കെ മുടി അങ്ങനെ ഉണ്ടായിരുന്നു. ഒന്ന് രണ്ട് പേരൊക്കെ ആ നിലക്കാണ്. കാരണം അവർ ഹദീസിനെ മനസ്സിലാക്കിയിട്ട് ആ സുന്നത്തെടുത്തതാണത്. അതിലൊന്നും കുഴപ്പമില്ല. ഒന്നത്. രണ്ടാമത് ജുമ്മത്തമ്മ വഫറത്ത് എന്ന് പറഞ്ഞിട്ട് മറ്റു രണ്ട് കോലുണ്ട്. അത് ചെവിയുടെ പകുതിയിലേക്ക്, അത് എനിക്ക് തോന്നുന്നു ഞാൻ കുറെ മുൻപ് കാലത്ത് നമ്മുടെ മുടി ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ടായിരുന്നു. അങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ചീകി വെച്ചിട്ട് ഇങ്ങനെ മുടി ചെവിയുടെ അവരൊക്കെ ഇങ്ങനെ, അതൊരു ഫാഷനായിട്ട് അവിടുന്ന് വന്നതായിരിക്കാം. പക്ഷെ ഇത് പ്രവാചകന്റെ ചര്യയായിട്ട് നമുക്ക് ഹദീസിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ജുമ്മത്ത് അതിപ്പല്ല, അതൊക്കെ എടുത്തു പോയിക്കണം. പിന്നെ അതിന്റെ വഫറത്തൻ, അതായത് ചെവിത്തൊട്ടി വരെ നീട്ടിയിട്ടുള്ളതും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയും 2-3 രീതിയിൽ നീട്ടാം. എന്ന് വെച്ച് സ്ത്രീകൾ വളർത്തുന്നത് പോലെ നീട്ടി വളർത്തുക എന്നത് നമുക്ക് അനുവദനീയമല്ല, അതില്ല. മറിച്ച് ഇങ്ങനെ ഈ ജുമ്മത്തും വഫറത്തും അതുപോലെ തന്നെ പെരടിയിലേക്ക് നീട്ടിയിട്ടുള്ള ആ ഒരു രീതിയിൽ മഹാനായ പ്രവാചകന്റെ മുടി വളർത്തിയിരുന്നു എന്ന് ശമായിലെ തിർമിദി നിന്ന് നമുക്ക് വളരെ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് പ്രവാചക ചര്യ പിൻപറ്റുന്ന അടിസ്ഥാനത്തിൽ സുന്നത്തായിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. അതിന് തെറ്റില്ല. അതൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ നഷ്കാത്തി എന്ന് പറയുന്ന ബിരുദധാരികളായ ആളുകൾ ആ രീതിയിലൊക്കെ വളർത്തിയതായിട്ട് മുമ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ സുന്നത്ത് തന്നെയാണ്, അതിനൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് എടുക്കാം. അതെല്ലാം പരിഗണനീയമായത് തന്നെയാണ്. പിന്നെ അതിന്റെ കൂടെ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യന്, പിന്നെ മുലകുടി ബന്ധം 1.5 വയസ്സുള്ള കുട്ടിയുണ്ട് അത് സ്ഥിരപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാനതിന്റെ ജവാബിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് റിക്വസ്റ്റ്, അതായത് ഇങ്ങനെ സംഭവിച്ചതാണെങ്കിൽ അത് അറിഞ്ഞ ഉടനെ തന്നെ സാധാരണഗതിയിൽ പെണ്ണിന്റെയും ആണിന്റെയും വീട്ടുകാരെ എളുപ്പം അത് അവരുടെ മഹലിലെ പള്ളിയിലെ ബന്ധപ്പെട്ടവരുമായിട്ട് അറിയിച്ചിട്ട് അവരിന്ന് ഒരു തീരുമാനം പെട്ടെന്ന് വരുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ അത് വൈകി വെച്ചിട്ടാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്, അതോ പിന്നെ നിങ്ങളതാണോ അതോ മറ്റാരുടേതാണോ എന്നൊന്നും ഒരു വ്യക്തമല്ല. അതുകൊണ്ട് പെട്ടെന്ന് ചാടി ഞാൻ അതിൽ മറുപടിയിലേക്ക് ഇപ്പം ഇറങ്ങുന്നില്ല. വസ്തുത്തിൽ അങ്ങനെയാണ് നാട്ടിലുള്ളവരോ മറ്റോ ആണെങ്കിൽ പെട്ടെന്ന് അവരുടെ മഹലുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പറയുക. അതാണ് ഇപ്പോൾ ഞാൻ അതിന് പിന്നെ സാന്ദർഭികമായിട്ട് എന്റെ പ്രായോഗികമായിട്ടുള്ള ഒരു ജവാബ് പറയണത്. ഞാനൊരു ജവാബ് പറഞ്ഞു വെച്ചിട്ട് അത് പ്രായോഗികമാക്കി കൊണ്ടുവരാൻ പറ്റൂലല്ലോ. അങ്ങനത്തെ ഒരു വിഷയമല്ല, അത് ഒരു സങ്കീർണമായ വിഷയമാണ് നിങ്ങൾ ചോദിച്ചത്. ജവാബും അതിന്റെ വിശദീകരണവും പറയാൻ ഇൻഷാ അല്ലാഹ് ഞാൻ വരാം. അതല്ല, അതിന്റെ മുമ്പ് ഇതൊന്ന് ചെയ്യും. പിന്നെ അത് ആരോട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളൊരു വിവരം കൂടിയുമാണ് അറിയാൻ. അത് അറിഞ്ഞതിന് ശേഷമാണ്. കാരണം അതിന്റെ വന്ന അവ്യക്തതകളും അത് 5 പ്രാവശ്യം ഉണ്ടായിരുന്നുണ്ടെന്നൊക്കെ അവരൊരു നല്ല ഒരു അന്വേഷണം അവിടെ ചെയ്യും. അപ്പോ അവരിന്ന് അങ്ങനെ അന്വേഷിച്ചു, എന്നിട്ടുള്ള നിങ്ങളുടെ മസല ഇങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിൽ അതും ആ വിവരവും ഒന്ന് അറിയിക്കും. അപ്പോഴാണ് നിങ്ങളുടെ വിഷയങ്ങളൊക്കെ നമ്മൾ പിന്നെ ആഹാദിന്റെ ഹദീസ് പോലെയാണ് നമ്മളെ ഈ വിഷയങ്ങൾ നമ്മൾ വാസിഫിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നതല്ലേ. ആഹാദിന്റെ ഹദീസ്, മുത്തവാത്തിറായ ഹദീസ്, മുസ്തഫീലായ ഹദീസ് എന്ന് പറയുന്ന ചില സന്ദർഭങ്ങളും ഘട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ഫത്വ എന്ന് പറഞ്ഞാൽ ആ ഫത്വക്ക് ചില നിബന്ധനകളും ഒക്കെയുണ്ട്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. മുഫ്തി ബിരുദം പഠിക്കുമ്പോഴേ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്നാണ് നിങ്ങളോട് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഒരു കാര്യം ഒന്ന് പിന്നെ ഡീറ്റെയിൽസ് ഒന്ന് അറിയിക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കാം. കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് അവരങ്ങനെ ഒന്ന് ചെയ്യട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് എന്ന് കടന്നു വരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ സദ്ദും അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. അള്ളാഹു ഇൽമിനെ പഠിക്കാനും അതിനെ പ്രചരിപ്പിക്കാനും അതനുസരിച്ച് അമല് ചെയ്യാനും
അതുകൊണ്ടുള്ള നേട്ടം നാളെ ആഖിറത്തിൽ നമുക്ക് കിട്ടാനും സ്വർഗം പുലുകാനുള്ള സൗഭാഗ്യം നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും ഭാര്യ സന്താനങ്ങള് പ്രത്യേകിച്ച് നമ്മുടെ ഗുരുവര്യന്മാര് അതുപോലെ നമുക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി സഹായിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു അലം.